ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു കരിമീൻ്റെ കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്രഷ് കരിമീനാണ്. കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അത് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എറണാകുളത്ത് നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. അവിടെ ഞങ്ങൾക്കൊരു ഉമ്മച്ചിയുണ്ട്. ആ ഉമ്മച്ചി എനിക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നതാണ്. അത് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല അടിപൊളി കറിയാണ്. കരിമീനും തന്നെ ഫ്രഷ് കരിമീനായിരുന്നു. അതിൻ്റെയും കൂടെ ആയിരിക്കും ടേസ്റ്റ്. ഇനി അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഇത് കരിമീനാണ്, നല്ല ഒറിജിനൽ കരിമീനാണ്. എറണാകുളം എടവനക്കാട് എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ കടുക്, ചെറിയ ഉള്ളി, കരിവേപ്പ്, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങാപ്പാലാണത്. അതൊരു മുറി തേങ്ങ നല്ലോണം കുറുന്നനെ മിക്സിയിലടിച്ച് എടുത്ത പാലാണ്. വെള്ളം ചേർക്കാതെ ഒരു അല്പം വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയുള്ള മൺചട്ടിയാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് അതിൻ്റേതായൊരു ടേസ്റ്റ്. കടുക് പൊട്ടി വന്നു. ഇതിലേക്ക് കറിവേപ്പില കൊടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂത്ത് പോകണമെന്നില്ല. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതാണിത്, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചമുളകും ചതച്ചെടുത്തതാണ്, അതും ഇട്ട് കൊടുക്കാം. ഒരു 6 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുണ്ട്. 6 7 നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊരു എന്താ പറയുക, ഒരു 10-20 ചെറിയ ഉള്ളി ഉണ്ട്, അതും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ പാലൊഴിച്ച കറീൻ്റെ ഒരു ടേസ്റ്റ്. ഇതിലേക്ക് വെളുത്തുള്ളി ഇടൂല. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളകും പൊടിയാണ്. ഞാൻ അല്പം ഇട്ട് കൊടുക്കണുള്ളൂ. പച്ചമുളക് നന്നായിട്ട് ചതച്ചതാണ്, അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണാണ്. ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ ലാസ്റ്റ് കറി നോക്കി ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് മൺചട്ടി ഞാൻ ഇതിനായിട്ട് വാങ്ങിയതാണ്. ഇത് എറണാകുളം എടവനക്കാടിൽ ഉമ്മച്ചീൻ്റെ മീൻകറിയാണ്. ഉമ്മച്ചി എനിക്ക് പഠിപ്പിച്ച് തന്നതാണ്. അവിടെ ഞങ്ങൾക്കൊരു ഉമ്മച്ചിയുണ്ട്. അവിടെ പോയപ്പോൾ കൊണ്ടുവന്നാണ് ഈ ചട്ടി. എറണാകുളം മതിലകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ കട്ടിയുള്ള മൺകലം, പലവിധ മൺകലത്തിൻ്റെ പാത്രങ്ങളും കൊട്ടയും മുറയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് മതിലകം. അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു വന്നതാണ്. നല്ല കട്ടിയുള്ള മണ്ണിൻ്റെ ചട്ടി തന്നെയാണ്. ഇതുപോലെ മീൻകറി വെക്കണതാണ് അവർ. അപ്പം ഞാനൊന്ന് വാങ്ങിച്ചു വന്നു. നല്ല ഒരു ചട്ടിയാണ്. കരിമീനും അവിടുന്ന് കൊണ്ടുവന്നാണ്, ചട്ടി അവിടുന്ന് കൊണ്ടുവന്നാണ്. ഇനി അതിലേക്ക് ഞാൻ വിട്ടുപോയി കുടംപുളി
ഞാൻ ഇടാൻ പറയാൻ മറന്നുപോയി. അതുപോലെ കുടംപുളി ഉണ്ട്, ഞാനൊരു 5-8 കുടംപുളിൻ്റെ അത് എടുത്തിട്ടുണ്ട്. ഇത് നാടൻ പുളിയാണ്, അത് എനിക്ക് ഉമ്മച്ചി തന്നതാണ്. 7 കുടംപുളിൻ്റെ അല്ലിയുണ്ട്, അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. 1 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. എല്ലാ മസാലകളൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിമീൻ ഇട്ട് കൊടുക്കാം. കരിമീൻ ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഇത് കട്ടിയുള്ള മീനായതുകൊണ്ട് എല്ലാം ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒറിജിനൽ കരിമീനാണ്. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ പോകണം. ഇവിടെയൊക്കെ കരിമീൻ അറിഞ്ഞ് കിട്ടുന്നത് ഫിലോപ്പിയാണ്. അപ്പോൾ ഒറിജിനൽ കരിമീൻ കിട്ടിയപ്പം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇതിനൊന്ന് നമുക്ക് ചട്ടി പിടിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കയ്യിലുകൊണ്ട് ഇളക്കിയാൽ ഉടഞ്ഞു പോകും. മീനിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിലൊന്ന് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. കയ്യിലിട്ട് ഇളക്കിയാൽ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതാണ് ഇങ്ങനെ കുറുന്നനുള്ള തേങ്ങാപ്പാലാണ്. ഞാൻ തീ സിമ്മിലാക്കി വെച്ചിരുന്നു, അതൊന്ന് കൂട്ടി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുപോലെ ഒന്ന് കൂടി നമുക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ചട്ടി ചൂടുള്ളതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉടനെ തന്നെ തിള വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പും പുളിയും എരിവുമൊക്കെ പാകമാണ്. മീനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയാലും ഇത് തിളച്ചുകൊണ്ടിരിക്കും. ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ടായിട്ട് നല്ല മൺചട്ടിയാണ്. അപ്പോൾ നമുക്കൊന്ന് തീ ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. തളയൊക്കെ നിന്ന് നല്ല എണ്ണയും മുളകൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒന്ന് പാത്രത്തിലേക്ക് വിളമ്പാം.